ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ, അതായത് നിങ്ങൾക്ക് ആ ഒരു ഔട്ട്ലുക്ക് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഹെവി വർക്കായിട്ട് തോന്നുമല്ലേ? പക്ഷേ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബോർഡ് നെക്ക് ഡിസൈൻ വരുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കണത്. നെക്കിൻ്റെ തൊട്ട് താഴേക്ക് നമുക്ക് ഒരു 2 ലെയർ നന്നായിട്ടൊരു ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ലെയറിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വലുപ്പമൊന്ന് ജസ്റ്റ് അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷനിൽ നമുക്ക് ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തുമാത്രമാണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഒരു 2 ലൈനിന് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് ഇതുപോലെ ചെറിയ റൗണ്ടുകളൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഡിസൈനേ ചെയ്ത് കൊടുക്കാനുള്ളൂ. സാധാരണ നമ്മൾ ഈ ഒരു ഡിസൈൻ പല വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഓണം സ്പെഷ്യൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതിനകത്ത് ഈ ഒരു ഡിസൈൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ അതുപോലെ മൊത്തത്തിൽ റൗണ്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ മേളിൽ ചെയ്തേക്കുന്ന ഡിസൈൻസിലും റൗണ്ട് വരച്ചു കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് വരയ്ക്കുമ്പോൾ കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും പോർഷനിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മേളിൽ വരുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ആ നെക്കിൻ്റെ ബോർഡർ ലൈൻ 2 ലെയറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കുക. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് റൗണ്ട് വരച്ചാൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യുമ്പം ഒരെണ്ണം ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്തത് വരച്ചാലും മതിയാവും കേട്ടോ. കാരണം ചെയ്യുമ്പോഴേ കറക്റ്റ് ഗ്യാപ്പ് എത്രയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് മാത്രം കാണിച്ചു തരാനായിട്ടില്ല ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് താഴെയും ഇതേപോലെ തന്നെ ഒരു ലെയർ ചെയ്യാനുണ്ട്. മേളിൽ ചെയ്തേക്കണ പോലെ തന്നെ താഴെ നമ്മൾ ഒരു ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പാറ്റേൺ ഡ്രോയിങ് വരുന്നത്. പ്രത്യേകിച്ച് വരച്ചെടുക്കാനൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണിത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഗോൾഡൻ ഷുഗർ ബീഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ള റൗണ്ട് ബീഡ്സ് വേണം. ഈ 2 ബീഡ്സ് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ റൗണ്ട് കൊടുത്തേക്കുന്നിടത്ത് സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് വെച്ച് പിടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ കുറച്ച് നമ്മൾ വലുപ്പമുള്ള റൗണ്ട് ബീഡ് എടുത്തില്ലേ, അതെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെക്യൂറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ചെയ്യുമ്പം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെറ്റീരിയലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ്. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാവുന്ന ഡിസൈൻസാണ് കേട്ടോ. പിന്നെ ഒരുപാട് വലിഞ്ഞു പോകുന്ന തുണികളൊന്നും എടുക്കാതിരിക്കുക. തീരെ നൈസായിട്ടുള്ള തുണിയും എടുക്കാതിരിക്കുക. ബാക്കിയുള്ള തുണികളിലൊക്കെ നമുക്ക് ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതലും ജോർജറ്റ് തുണിയിലൊക്കെയാണ് ഇങ്ങനത്തെ ഡിസൈൻ വർക്കുകൾ വരുന്നത്. നമ്മൾ ബൊട്ടിക് ഡിസൈനൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ 2 തവണ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കൊടുക്കുന്ന ബീഡൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് ചുറ്റും നമുക്ക് നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ലെയറിൽ നമ്മൾ ഷുഗർ ബീഡ്സ് ചുറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ നൂലൊന്ന് കുത്തിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്നിച്ച് മുത്ത് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 8 അല്ലെങ്കിൽ 9 ഷുഗർ ബീഡ്സ് ഒന്നിച്ച് കോർത്തെടുക്കുക എന്നാണ്. അത് നിങ്ങൾ സെൻറ്ററിൽ വെക്കുന്ന ആ ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അതിനുശേഷം ഇതേപോലെ നമ്മൾ കുത്തിയെടുത്തെടുത്ത് തന്നെ താഴേക്കും കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടിൽ കിട്ടും. നല്ല ഭംഗിയായിട്ടും അതുപോലെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ഒരു 5 തവണയെങ്കിലും ലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറഞ്ഞത് 4 തവണയെങ്കിലും ലോക്ക് ചെയ്ത് കൊടുക്കാൻ ഒട്ടും മറന്നു പോകരുത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു നമ്മൾ ചുറ്റിലും വെച്ച് കൊടുത്ത മുത്ത് അവിടെ നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ. അപ്പോൾ 4 സൈഡുകളിലായിട്ടോ അല്ലെങ്കിൽ 5 സൈഡുകളിലായിട്ടോ 2 ബീഡ്സ് കഴിയുമ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ രീതിക്ക് നമ്മളിത് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് പുറത്തേക്ക് ഡിസൈൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ പുറത്ത് കൊടുത്ത ലെയറിൽ നിന്ന് ഇതുപോലെ ചേർത്ത് തന്നെ കുത്തിയെടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഷുഗർ ബീഡ്സ് ഒന്നിച്ച് കോർത്തെടുക്കണം. ഒന്നിച്ച് കോർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 5 കൂടുതൽ ചെയ്ത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ലെങ്ത് മതിയാവുന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റം പോയാൽ 6. അതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരുപാട് നീളം കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ബീഡ്സ് വെച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 4 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് താഴേന്ന്, അതായത് നമ്മൾ ബോട്ടം ഭാഗം ചേർത്ത് കൊടുക്കണം. മേളിലേക്ക് വരുമ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത് പറഞ്ഞു തരുന്നതിനേക്കാളും നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഇതുപോലെ മേളിലേക്ക് എന്താ പറയുന്നത്, നമ്മുടെ സൂര്യൻ്റെയൊക്കെ ഒരു രശ്മി നിൽക്കില്ല, അതേപോലെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം എന്തെങ്കിലും ഒരു ഡിസോർഡർ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെൻട്രൽ റൗണ്ടിൽ നമ്മളിതുപോലെ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഔട്ട് ലെയറിൽ ഇതുപോലെ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു
ലൈൻസ് പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ ആ ലൈൻസ് നിങ്ങൾക്കൊന്ന് വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ലൈൻസും ഒരേപോലെ തയ്ക്കുമ്പോൾ വന്നില്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നല്ല രീതിയിൽ അത് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ നൂലെടുക്കുമ്പം നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ അതേ കളർ നൂലൂടെ എടുക്കുക കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പൊങ്ങിയൊക്കെ നിന്നാലും തിരിഞ്ഞ് നിൽക്കത്തില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് ലോക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യമേ ചെയ്തില്ലേ ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ലൈൻ ഇട്ട് കൊടുത്ത വഴി ചെയ്തതെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ കൊടുക്കുന്ന ഔട്ട്ലെയർ ലെയറിൽ കൊടുക്കുന്ന ലൈൻസിൻ്റെ ഗ്യാപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ മേളിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ തയ്ച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ പിന്നെ തയ്ച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറൻസ്, അതായത് എല്ലാ ലൈൻസും തന്നെ ഏകദേശം ഒരേപോലെ നിൽക്കുന്ന പോലെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതപ്പോൾ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ലെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നേരെ താഴെ ഒരു ലെയറോട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ താഴെ കുറച്ച് ഭാഗത്ത് റൗണ്ട്സ് മാത്രം കൊടുത്തിരുന്നില്ലേ, അപ്പോൾ അവിടെ നമ്മൾ സെയിം ഇതേപോലെ തന്നെ സെൻറ്ററിൽ കൊടുത്തിരുന്ന ആ ഒരു ബീഡ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ അതിന് ചുറ്റും ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ഇതേപോലെ തന്നെ കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന അത്രയും ഭാഗത്തെ ആ ഒരു റൗണ്ട്സ് എല്ലാം ഇതേപോലെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. വീണ്ടും നമ്മുടെ താഴത്തെ ലെയറിൽ വരുമ്പോൾ മേളിൽ ചെയ്ത പോലെ തന്നെ ഒരു ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മളെ ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു തമ്പനയിൽ കണ്ടപ്പോൾ ഭയങ്കര ഹെവി വർക്കായിട്ട് തോന്നിയില്ലേ? എനിക്ക് ഭയങ്കര ഹെവി വർക്കായിട്ടാണ് തോന്നിയത്. പക്ഷേ ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിരുന്നു. അതുപോലെ ഇത് മൊത്തം ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനും. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ. പിന്നെ ഞാൻ ഈ എംബ്രോയ്ഡറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരാൾക്ക് സംശയം ചോദിച്ചിരുന്നു. കാരണം ഇത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓഫീസിൽ പോയിരുന്നിട്ടാണ് ഞാൻ ഫ്രീ കിട്ടുന്ന സമയത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിത് കയ്യിൽ പിടിച്ചിട്ട് മേലെ ടേബിളിൽ ഫോൺ വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കെല്ലാം ഇതിങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടല്ല ചെയ്യുന്നത്, കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ഹൂപ്പിലാണ് ഞാനിത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നല്ല ഫ്രെയിമിൽ 18 ഇഞ്ചിൻ്റെ ഫ്രെയിമും അതിൻ്റെ ഹൂപ്പും കിട്ടും. അത് മേടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തെടുത്തേക്കണം. ഇങ്ങനെ നമ്മൾ ഓൾ ഓവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ രീതിക്കാണ് ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നേ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.